നെക്സ്റ്റ് ടോപ്പിക്കാണ് നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്നുള്ളത്. 2 types ഓഫ് നെറ്റ്വർക്കാണുള്ളത്. ബേസിക്കലി നെറ്റ്വർക്ക് മീൻസ് കുറേ സിസ്റ്റംസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ഇന്ത്യ കണക്ട് ചെയ്തതിനാണ് എന്ത് പറയുന്നത്, നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. 2 type ഓഫ് നെറ്റ്വർക്കാണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആൻഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് അത് ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്, എങ്ങനെയാണ് ജോഗ്രഫിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് ബേസ് ചെയ്തിട്ടാണ് ഈ 2 type ഓഫ് നെറ്റ്വർക്ക് വരുന്നത്. അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണെങ്കിൽ അതെന്താ, കുറേ പ്രോസസ്സേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ പ്രോസസ്സേഴ്സ് മീൻസ് ഒരു ചെറിയൊരു ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള പ്രോസസ്സേഴ്സ് ആയിരിക്കും, അതായത് കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു സിംഗിൾ ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ അഡ്ജസൻറ്റ് 2 അടുത്തടുത്തുള്ള ബിൽഡിങ്ങിൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരു ലാബിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ കുറേ പ്രോസസ്സേഴ്സ് കമ്പൈൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് മീൻസ് ഇതേപോലെ കുറേ നമ്പർ ഓഫ് ഓട്ടോണോമസ് പ്രോസസ്സേഴ്സ് ഉണ്ടാവും. അതായത് ഓട്ടോണോമസ് മീൻസ് ഇൻഡിവിജ്വലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ പ്രോസസ്സേഴ്സ് ഉണ്ടാവും. അതായത് അതെന്ത് ചെയ്യും, ഒരു ലാർജ് ജോഗ്രഫിക്കൽ ഏരിയയിൽ, അതായത് വലിയൊരു ഏരിയ സച്ച് ആസ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതായത് ഒരു കൺട്രിയിൽ തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത രീതിയിൽ അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പം നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കും വൈഡ് ഏരിയ നെറ്റ്വർക്കും യൂസ് ചെയ്യുമ്പം അതിൽ എന്താ അതിൻ്റെ മെയിൻ പറയേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ സ്പീഡ്, അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്പീഡ്, അതേപോലെ റിയലബിലിറ്റി ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ. റിയലബിലിറ്റി മീൻസ് ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു മെസ്സേജ് സെൻഡ് ചെയ്താൽ അത് കറക്റ്റായിട്ട് അവിടെ റിസീവ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റിയലബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അതൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആ സെക്ഷനിലും കൂടി ഇത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് ഏതൊക്കെയാണ് നെറ്റ്വർക്ക് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് മീൻസ് ചെറിയൊരു ജോഗ്രഫിക്കൽ ഏരിയ, ഞാൻ പറഞ്ഞു ചെറിയൊരു ജോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യാനാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സിംഗിൾ ബിൽഡിങ് അല്ലെങ്കിൽ അടുത്തടുത്തുള്ള ബിൽഡിങ്സ്, അത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഫീസ് എൻവയോൺമെൻറ്റിലാണ്. ഓഫീസിലൊക്കെ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഒരു റൂമിലുള്ള കമ്പ്യൂട്ടർ മറ്റു റൂമിലുള്ള കമ്പ്യൂട്ടേഴ്സൊക്കെ കണക്ട് ചെയ്യാൻ, അതേപോലെ തന്നെ ലാബിലൊക്കെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നത് ലാൻ വെച്ചിട്ടാണ്. ഇതിൽ എല്ലാ കമ്പ്യൂട്ടേഴ്സും എന്താ അടുത്തടുത്തായിരിക്കണം അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു റൂമിൻ്റെ നെക്സ്റ്റ് അടുത്തുള്ള റൂമിൽ 2 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തടുത്താണ് കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ്, അതായത് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കണക്ട് ചെയ്ത വയേഴ്സ് ആണെങ്കിൽ വയർ, അല്ലെങ്കിൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അങ്ങനെ, അതെന്തായിരിക്കും അടുത്തടുത്ത് ആയതുകൊണ്ട് തന്നെ ഹയർ സ്പീഡായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്തടുത്ത് കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ ലോവർ എറർ റേറ്റ് ആയിരിക്കും, അതായത് എറേഴ്സൊക്കെ കുറവായിരിക്കും. അതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ സ്പീഡ് ഹയർ ആയിരിക്കും, പിന്നെ ലോവർ എറർ റേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഹൈ ക്വാളിറ്റി കേബിൾസ് വേണം. എന്തിന്, ഹൈ സ്പീഡിനും റിയലബിലിറ്റിക്കും വേണ്ടിയിട്ട് ഹൈ ക്വാളിറ്റി കേബിൾസ് വേണം. ഹൈ ക്വാളിറ്റി കേബിൾസ് യൂസ് ചെയ്താൽ മാത്രമേ നല്ല സ്പീഡും കിട്ടും. അതേപോലെ റിയലബിലിറ്റി മീൻസ് കമ്മ്യൂണിക്കേഷൻ എറേഴ്സ് ഒന്നും ഇല്ലാതെ നടക്കുന്നതിനെയാണ് റിയലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നല്ല ദൂരം ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഹൈ ക്വാളിറ്റി കേബിൾസ് കുറേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം കോസ്റ്റ് കൂടും. അപ്പോൾ അതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നമുക്കിങ്ങനെ ഹൈ ക്വാളിറ്റി യൂസ് ചെയ്യാം, ബിക്കോസ് എന്താ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ അടുത്തടുത്ത സിസ്റ്റത്തിനെയാണ് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത സിസ്റ്റം കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു നമുക്ക് യൂസ് ചെയ്യുന്ന കേബിളിൻ്റെ അളവും കുറവായിരിക്കും. സോ നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള കേബിൾസ് യൂസ് ചെയ്യാം. നമ്മൾ ലാൻഡിൽ യൂസ് ചെയ്യുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഇതെന്ന് വെച്ചാൽ ലാൻ മീൻസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ ഷോർട്ട് ഫോമാണ് ലാൻ എന്ന് പറയുന്നത്. അപ്പം ട്വിസ്റ്റഡ് പെയർ ആൻഡ് ഫൈബർ ഒപ്റ്റിക് കേബിളിംഗ് ആണ് യൂസ് ചെയ്യുന്നത്.
മൾട്ടി ആക്സസ് മോസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ മൾട്ടി ആക്സസ് ബസ് റിങ് ആൻഡ് സ്റ്റാർ നെറ്റ്വർക്ക്. അതായത് കോൺഫിഗറേഷൻ മീൻസ് നമ്മൾ കമ്പ്യൂട്ടർ എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് കോൺഫിഗറേഷൻ. അത് നമുക്ക് ബസ് മീൻസ് ഒരു ലൈനിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറേ കമ്പ്യൂട്ടേഴ്സ് ഒരു റോ ആയിട്ട് കണക്ട് ചെയ്യാം, അതിനെയാണ് ബസ് എന്ന് പറയുന്നത്. അതേപോലെ റിങ് മീൻസ് ഒരു റിങ് ഷേപ്പിൽ കമ്പ്യൂട്ടേഴ്സ് എല്ലാം സൈക്കിൾ പോലെ കണക്ട് ചെയ്യാം, അതാണ് റിങ് എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റാർ നെറ്റ്വർക്ക് അതേപോലെ തന്നെ സ്റ്റാർ മോഡലിൽ കണക്ട് ചെയ്യാം, അതായത് സെൻട്രൽ ഒരു കമ്പ്യൂട്ടർ, ബാക്കി ഓരോ കമ്പ്യൂട്ടേഴ്സ് സ്റ്റാർ ഷേപ്പിൽ ആ സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അതൊക്കെ ഡിഫറെൻറ്റ് കോൺഫിഗറേഷനാണ്. അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്പീഡ് എന്ന് പറയുന്നത് റേഞ്ച് ചെയ്യുന്നത് 1 MB/s ഫോർ നെറ്റ്. അതൊക്കെ കുറച്ച് മുന്നേ ഉള്ള കേസാണ്, ഇപ്പോൾ കുറച്ചും കൂടി മാറിയിട്ടുണ്ട്. 1 MB/s ആപ്ടാക്ക്, ഇൻഫ്രാറെഡ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ, ബ്ലൂടൂത്ത് ലോക്കൽ റേഡിയോ നെറ്റ്വർക്ക്, ഇതൊക്കെ കുറച്ച് മുന്നേ ഉള്ളതാണ്. ഇപ്പോൾ സ്പീഡ് കുറേ കൂടിയിട്ടുണ്ട്. അപ്പം അതെന്ന് വെച്ചാൽ 10 Mbps, അതായത് സ്പീഡ് 1 Mbps മുതൽ 1 GB വരെ പോവാം. അതായത് ജിഗാബിറ്റ് എതർനെറ്റ് ഉണ്ട്. എതർനെറ്റ് മീൻസ് നമ്മളെ ലാനിൻ്റെ പല വേർഷൻസിനെയാണ് എതർനെറ്റ് എന്ന് പറയുന്നത്. ലാനിൻ്റെ സ്റ്റാൻഡേർഡാണ് എതർനെറ്റ്. ലാനിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ലാനിൻ സ്റ്റാൻഡേർഡ് മീൻസ് അതിങ്ങനെ കണക്ട് ചെയ്യണം, അതിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസ് ഏതൊക്കെയാണ് എന്ന് പറയുന്നതാണ് എതർനെറ്റ്. വാട്ട് ഈസ് മീൻ ബൈ പ്രോട്ടോക്കോൾ? അതായത് ഒരു നെറ്റ്വർക്ക് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, ആ നെറ്റ്വർക്ക് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ആ സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ പ്രോട്ടോക്കോളാണ് എതർനെറ്റ് എന്ന് പറയുന്നത്. എതർനെറ്റ് അതായത് ആ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എങ്ങനെ വർക്ക് ചെയ്യണം, അതിൻ്റെ കണക്ഷൻ എന്തൊക്കെയാണ്, കാബിളിങ് എന്തൊക്കെയാണ്, എന്തൊക്കെ കേബിൾസ് യൂസ് ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്, അതായത് ഓരോ ഡാറ്റ പാക്കറ്റിലും എത്ര ബിറ്റ് ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പ്രോട്ടോക്കോളാണ് എതർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്പീഡ് 1 Mbps മുതൽ 1 GB വരെ എന്ത് ചെയ്യും, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്പീഡ് ഇത് വാരി ചെയ്യുന്നുണ്ട്. ജിഗാബിറ്റ് എതർനെറ്റ് ഒക്കെ ആണെങ്കിൽ 1 GB വരെ പോകുന്നുണ്ട്. മോസ്റ്റ് കോമൺലായിട്ട് യൂസ് ചെയ്യുന്നത് സ്പീഡ് എന്ന് വെച്ചാൽ 10 Mbps ആണ്. അതായത് ഒരു സെക്കൻഡിൽ 10 Mbps. മെഗാ മീൻസ് നിങ്ങൾക്ക് അറിയാലോ, 2/10 ബിറ്റ്സ് ആണ് കിലോ ബിറ്റ്, 2/20 ബിറ്റ്സ് ആണ് എന്ത് മെഗാബിറ്റ്, 2/20. അതായത് ഒരു സെക്കൻഡിൽ 2/20 ബിറ്റ്സ്, 2/20 ആണ്, 2⁻20 ബിറ്റ്സ് ആണ് സെൻഡ് ചെയ്യുന്നത്. അതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് 10 Mbps. അത് പറയുന്നത് 10 Mbps, അതായത് 10 × 2/20, 10 × 2/20 ആണ് സെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഈസ് ദ സ്പീഡ് ഓഫ് 10/T എതർനെറ്റ്. അതായത് ആ 10 Mbps സ്പീഡുള്ള എതർനെറ്റിനെയാണ് എന്ത് പറയുന്നത്, 10/T എതർനെറ്റ് എന്ന് പറയുന്നത്. എതർനെറ്റ് മീൻസ് നമ്മുടെ ലാനിൻ്റെ സ്റ്റാൻഡേർഡാണ് എതർനെറ്റ്. അതായത് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസാണ് എതർനെറ്റ്. അപ്പോൾ ആ 10/T എതർനെറ്റിൽ യൂസ് ചെയ്യുന്നത് നമ്മളെ സ്പീഡ് വരുന്നത് 10 Mbps ആണ്. അതേപോലെ തന്നെ 100/T എതർനെറ്റ് യൂസ് ചെയ്യുന്നത് 100 Mbps ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, അതായത് നമ്മുടെ സ്പീഡ്. അപ്പോൾ അതും കുറച്ചും കൂടി ഫാസ്റ്റായി. ബട്ട് അതെന്ത് വേണം, ഹയർ ക്വാളിറ്റി കേബിൾ വേണം. അതും നമ്മളിപ്പോൾ കോമൺ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഫൈബറാണ്. ഒപ്റ്റിക്കൽ ഫൈബർ മീൻസ് നമ്മൾ കുറച്ചും കൂടി ഫാസ്റ്റാണ് ഒപ്റ്റിക്കൽ ഫൈബർ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡാറ്റ പാസ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടി നമ്മൾ ട്വിസ്റ്റഡ് പെയർ കേബിളിനൊക്കെ. ട്വിസ്റ്റഡ് പെയർ മീൻസ് 2 വയർ എടുത്ത് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ട്വിസ്റ്റഡ് പെയർ, കോപ്പർ വയർ. അങ്ങനെയാണ് ട്വിസ്റ്റഡ് പെയർ വരുന്നത്. അപ്പോൾ അതിനേക്കാളും കൂടി കുറച്ചും കൂടി ഫാസ്റ്റാണ് എന്ത് നമ്മുടെ ഇത് ഫൈബർ ഒപ്റ്റിക്സ് കേബിൾ എന്ന് പറയുന്നത്. ഒരു ടിപ്പിക്കൽ ലാൻഡ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. അതായത് ലാപ്ടോപ്പ് ആവാം,
പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസ് മീൻസ് PDA മീൻസ് ടാബ് പോലത്തുള്ള ഡിവൈസസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ആവാം. പിന്നെ അതേപോലെ തന്നെ കുറേ ഷെയർഡ് പെരിഫറൽ ഡിവൈസസ്, അതായത് ആ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്ത കുറേ പെരിഫറൽ ഡിവൈസസ് സച്ച് ആസ് പ്രിൻ്റർ, പിന്നെ അതേപോലെ സ്റ്റോറേജ്, മാഗ്നറ്റിക് ടൈപ്പ് ഡ്രൈവ്സ്, അതെല്ലാം ഇവർ കുറേ കമ്പ്യൂട്ടേഴ്സ്, അതായത് നമുക്ക് വേണമെങ്കിൽ എല്ലാ കമ്പ്യൂട്ടേഴ്സും ഒരു ലാബ് കണക്ട് ചെയ്യുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സിനും വേണ്ടി ഒരു പ്രിൻ്റർ മതി, അതെല്ലാവരും കൂടി ഷെയർ ചെയ്തോളും. അതേപോലെ മാഗ്നറ്റിക് ടൈപ്പ് ഡ്രൈവ്സ് ആണെങ്കിലും എല്ലാ കമ്പ്യൂട്ടേഴ്സിനും കൂടി ഒറ്റൊന്ന് മതി. ആൻഡ് വൺ ഓർ മോർ ഗേറ്റ് വേസ് മീൻസ് ഈ നമ്മൾ ദാറ്റ് പ്രൊവൈഡ് ആക്സസ് ടു അതർ നെറ്റ്വർക്ക്, അതായത് നമ്മൾ വേറൊരു നെറ്റ്വർക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ സപ്പോസ് എനിക്ക് എൻ്റെ ലാനുണ്ട്, എൻ്റെ ലാബിൽ ഒരു സെറ്റ് ചെയ്ത കുറേ കമ്പ്യൂട്ടേഴ്സ് വെച്ച് ഞാൻ ലാൻ സെറ്റ് ചെയ്തിന് അതിന് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണം. അതിന് എന്തെങ്കിലും മോഡം പോലത്തതോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഡിവൈസ് വേണം, അല്ലെങ്കിൽ വൈഫൈ ആക്സസ് ചെയ്യാനുള്ള ഒരു ഡിവൈസോ എന്തെങ്കിലും വേണം ആ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ. അതിനെയാണ് എന്ത് പറയുന്നത്, ഗേറ്റ് വേസ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എതർനെറ്റ് സ്കീമാണ് കോമൺലി യൂസ് ചെയ്യുന്ന ലാനിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെയാണ് പറയുന്നത്. ഇതിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ട്. പ്രോസസ്സർ ഒരു ലാനിൻ്റെ സ്ട്രക്ചറാണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ സ്ട്രക്ചറാണ് ഇത്. പ്രോസസ്സർ ഇവിടെ കുറേ ഡിവൈസസ് ഷെയർ ചെയ്തിട്ടുണ്ട്, പ്രിൻ്റർ, മിനി ഡിവൈസസ്, അതായത് ഡ്രൈവ്സൊക്കെ. പിന്നെ ഇത് ഗേറ്റ് വേ മീൻസ് നമ്മൾ വേറൊരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യണം. സപ്പോസ് ഇവിടെ വേറൊരു നെറ്റ്വർക്ക് എന്ന് മീൻസ് ഈ ഒരു നെറ്റ്വർക്കാണ് കാണിച്ചിരിക്കുന്നത്, അതായത് ഇത് കുറേ കണക്ട് ചെയ്തതാണ്. പ്രോസസ്സറും ഒരു മൈക്രോ പ്രോസസ്സർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇത് പ്രിൻ്റർ ഷെയർ ചെയ്യുന്നുണ്ട്, ഒരു മിനി കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് വേറൊരു നെറ്റ്വർക്കാണ്, അത് രണ്ടും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഗേറ്റ് വേ വെച്ചുകൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫയൽ സിസ്റ്റം, അതായത് കുറച്ച് സ്റ്റോറേജ്, അതേപോലെ ഒരു മിനി കമ്പ്യൂട്ടർ, ഒരു മൈക്രോ കമ്പ്യൂട്ടറും ഉണ്ട്. അപ്പോൾ ഇതും കണക്ട് ചെയ്യാൻ ഒരു ഗേറ്റ് വേ ആണ്. ഇതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ കോമൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞു ലാർജ് ജോഗ്രഫിക്കൽ ഏരിയയിൽ, അതായത് ഒരു കൺട്രിയിലൊക്കെ കണക്ട് ചെയ്യുന്ന എന്താ, നമ്മളെ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ്, അതായത് കേബിളാണെങ്കിലും വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും സ്ലോ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ അൺറിയലബിൾ ആയിരിക്കും. സപ്പോസ് 2 സ്റ്റേറ്റ് തമ്മിൽ കണക്ട് ചെയ്യാണ്, അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ അത്രയും ഡിസ്റ്റൻസ് വന്നു, അപ്പോൾ ആ ഡാറ്റ പാസ് ചെയ്യുന്നത് സ്ലോ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ സെൻഡ് ചെയ്ത ഡാറ്റ അവിടെ കറക്റ്റായിട്ട് റിസീവ് ചെയ്യണമെന്നില്ല, അൺറിയലബിൾ ആണ് കമ്മ്യൂണിക്കേഷൻ. അതേപോലെ നമ്മൾ സെൻഡ് ചെയ്യുന്ന എന്തെങ്കിലും ഡാറ്റ കറപ്ഷൻ വരാം, അതേപോലെ മിസ്സാവാം, അങ്ങനെയുള്ള റിയലബിലിറ്റീനെ ബാധിക്കും. ടിപ്പിക്കൽ യൂസ് ചെയ്യുന്ന ലിങ്ക്സ് ടെലിഫോൺ ലൈൻസ്, അതായത് മൈക്രോവേവ് യൂസ് ചെയ്തിട്ട്, അതായത് നമ്മളിപ്പോൾ സാറ്റലൈറ്റൊക്കെയാണ് അങ്ങനെയുള്ളത്, പിന്നെ സാറ്റലൈറ്റ് ചാനൽസ്, സാറ്റലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതായത് വൈഡ് ജോഗ്രഫിക്കൽ ഏരിയ വേണം, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് കൺട്രോൾ ചെയ്യാണ്ട് സ്പെഷ്യൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സേഴ്സ് ഉണ്ടാവും. അതാണ് ആ ഒരു പ്രോസസ്സേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതായത് ബാക്കിയൊക്കെ സിസ്റ്റമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഓവർ ദ നെറ്റ്വർക്കിലുള്ള എല്ലാ സിസ്റ്റമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പിന്നെ എങ്ങനെ ഇൻഫർമേഷൻ പാസ് ചെയ്യണം എന്നൊക്കെയുള്ളത് ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സേഴ്സാണ് കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ നമുക്ക് സ്ട്രക്ചർ നോക്കാം. ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതായത് ഇതൊരു ഹോസ്റ്റാണ്, അതിൽ കുറേ യൂസർ പ്രോസസ്സേഴ്സ്, അതായത് ഒരു കമ്പ്യൂട്ടറിൽ തന്നെ കുറേ യൂസർ പ്രോസസ്സേഴ്സ് ഉണ്ടാവും. പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറഞ്ഞു, പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ, അതായത് ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന മോഡിലുള്ള തന്നെയാണ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ കുറേ റൺ ചെയ്യുന്ന പ്രോഗ്രാംസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിന് കൺട്രോൾ ചെയ്യാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും. ഇതാണ് ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത ഹോസ്റ്റാണ്, ഇത് നെറ്റ്വർക്കിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്.
ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഹോസ്റ്റ് അല്ല. ഇത് കമ്മ്യൂണിക്കേഷൻ സബ്സിസ്റ്റമാണ്. കമ്മ്യൂണിക്കേഷൻ സബ്സിസ്റ്റം മീൻസ് നമ്മൾ ഈ ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആകുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സർ ഉണ്ടാവും. അതാണ് എല്ലാ കമ്മ്യൂണിക്കേഷനും കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഈ പ്രോസസ്സറാണ് സി പി ഈ 4CP കാണുന്നതാണ് എല്ലാ കമ്മ്യൂണിക്കേഷനും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പ്രോസസ്സേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സേഴ്സിലാണ് ഈ ഹോസ്റ്റൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും കാണിച്ചിട്ടുണ്ട് ഒരു നെറ്റ്വർക്ക് ഹോസ്റ്റ്. ഇതാണ് ജനറൽ സ്ട്രക്ചർ ഓഫ് എ വാൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വാന് യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ടെലിഫോൺ ലൈനാണ്. അതായത് ടെലിഫോൺ ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻ. ഇപ്പോൾ ഒക്കെ വയർലെസ്സും കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ടെക്നോളജി ഇമ്പ്രൂവ്ഡ് ആണ്. സോ ഇത് കുറച്ച് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ടെലിഫോൺ ലൈൻസിനേക്കാളും നമ്മൾ വയർലെസ് കമ്മ്യൂണിക്കേഷനാണ്. മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പോൾ വയർലെസ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ടെലിഫോൺ ലൈൻസാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം 3G 4G 5G വരെ എത്തിയല്ലേ. അപ്പോൾ ഇത് കുറച്ച് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. ടെലിഫോൺ ലൈൻസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോഡം എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട് വാനിൽ. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിന് ഡിജിറ്റൽ ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ആ ഡിജിറ്റൽ ഡാറ്റനെ എന്ത് ചെയ്യും, ആനലോഗ് സിഗ്നൽസ് ആക്കി മാറ്റും. മീൻസ് നമ്മൾ ടെലിഫോൺ ലൈനിലൂടെ ആനലോഗ് സിഗ്നൽസ് മാത്രമേ പാസ് ചെയ്യാൻ പറ്റൂ. ഡിജിറ്റൽ ഡാറ്റ മീൻസ് 0 and 1 ഡാറ്റയാണ് ഡിജിറ്റൽ ഡാറ്റ. ബട്ട് നമുക്ക് ഒരു ടെലിഫോൺ ലൈനിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താവണം, അത് ആനലോഗ് സിഗ്നൽസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ മോഡമാണ് ഡിജിറ്റൽ ഡാറ്റനെ ആനലോഗ് സിഗ്നൽസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അത് മോഡം ഇപ്പോൾ സപ്പോസ് സെൻഡർ ഡിജിറ്റൽ ഡാറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മോഡം ആനലോഗിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് കമ്മ്യൂണിക്കേഷൻ ലിങ്കിലൂടെ ടെലിഫോൺ ലൈനിലൂടെ പാസ് ചെയ്യും. എന്നിട്ട് ഡെസ്റ്റിനേഷനിലെത്തുമ്പോൾ ആ ആനലോഗ് സിഗ്നൽ കമ്പ്യൂട്ടറിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ ഉണ്ടാവും മോഡം ഡെസ്റ്റിനേഷനിലുണ്ടാവും. അതെന്ത് ചെയ്യും, ആ ഡിമോഡുലേഷൻ ചെയ്യും. ഡിമോഡുലേഷൻ മീൻസ് ആ വന്ന ആനലോഗ് സിഗ്നലിനെ തിരിച്ചെന്ത് ചെയ്യും, ഡിജിറ്റൽ സിഗ്നലിലേക്ക് മാറ്റും. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഒരു കമ്പ്യൂട്ടറിന് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ.